നമസ്കാരം. സദൻ സ്പൈസിന്റെ കേരളപ്പിറവി ദിനം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പക്ഷേ ഇന്ന് മലയാളം മാത്രം സംസാരിക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഇന്ന് നമ്മൾ തന്നെ നമ്മുടെ ഭാഷ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആര് ചെയ്യും? പ്രൊമോട്ട്. അതെ അതിന് മലയാളം പറഞ്ഞ് പിന്നീട് ബ്രേക്കിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ടി. അത് മാത്രമല്ല, കർണാടക അതും ഇന്ന് തന്നെയാണ്. കർണാടക പിറവി ദിനവും ഇന്ന് തന്നെയാണ്. അപ്പൊ രണ്ട് ആഘോഷങ്ങളൂടെ ഇന്നാണ്. കറക്റ്റ്. അപ്പൊ ഇന്ന് ആസ് യൂഷ്വൽ പതിവ് പോലെ കോളേജ് എല്ലാവരും വിളിക്കുക, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. പറ്റുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ എന്താണ് മിസ് ചെയ്യുന്നത്, ചിലപ്പോൾ നാടിന്റെ പുറത്തു നിന്നാണ് കോളേജ് വിളിക്കുന്നുണ്ടെങ്കിൽ നാടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് വിളിച്ചു പറയാം. എല്ലാവർക്കും മിസ് ചെയ്യുന്നത് മൂവീസ് തന്നെയായിരിക്കും. അവര് വിളിക്കുമ്പോ എല്ലാം തന്നെയല്ലേ പറയാറ്. പോട്ടെ, എന്നാലും നമുക്ക് ഇന്ന് പ്രത്യേകം മിസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിക്കാവേ. അപ്പൊ വേഗം തന്നെ വിളിച്ച് മൂവി റിവ്യൂസ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഇന്ന് 3 ഗിഫ്റ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും. ഇന്ന് സ്പെഷ്യൽ ആണ് അല്ലേ? സ്പെഷ്യൽ അല്ല, ഇന്ന് കേരളപ്പിറവിയായിട്ട് ഒരു സ്പെഷ്യൽ ഇതാണല്ലോ, എഫക്ട് ഉണ്ടല്ലോ അതിന്. കമീല ബുട്ടീക് ആൻഡ് മേരി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന 1 day സ്റ്റേ കാലൂർ റിസോർട്ട്സ് ആലപ്പി. യെസ്. അപ്പൊ എല്ലാ കോളേഴ്സിനും ഗിഫ്റ്റ് ഉണ്ട്. പണ്ടത്തെ പോലെ ബെസ്റ്റ് കോളർ എന്നില്ല, എല്ലാരും ബെസ്റ്റ് കോളേഴ്സ് തന്നെയാണ്. നമുക്ക് ആർക്കും ഒരു പാർഷ്യാലിറ്റി ഇല്ല. അത് തന്നെ. പാർഷ്യാലിറ്റിയുടെ മലയാളം പറഞ്ഞേ. വ്യത്യാസമില്ല. എന്നെ സമ്മതിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ന്യൂസിലേക്ക് തന്നെ തിരിച്ചെത്താം. ഫഹദും ദിലീപും ഒന്നിച്ചാൽ എങ്ങനെയിരിക്കും? അതൊരു ഗംഭീര സംഭവമാണ്. രതീഷ് അമ്പാട്ടാണ് ഇതിന്റെ ഡയറക്ഷൻ വന്നിട്ട്. പുള്ളി ഒരു അതായത് ആഡ് ഫിലിം മേക്കർ ആണ്. അപ്പൊ പുള്ളിയുടെ ഫസ്റ്റ് മൂവിയും കൂടെ ആണിത്. ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. ഹലോ, സദൻ സ്പൈസ്, ആരാണ്? അതെ അതെ. സംഗീത് എവിടെ നിന്നാണ്? സംഗീത് കണ്ണൂര്. ഭയങ്കര ചിരിയാണല്ലോ സംഗീതിന്. ഭയങ്കര ചിരിച്ചോണ്ടാണല്ലോ. ഇന്ന് കേരളപ്പിറവിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷമാണ്. മൂവീസ് വല്ലതും കണ്ടിട്ട് തിരിച്ചെത്തിയതാണോ ഇപ്പൊ? ഏത് മൂവിയാ കണ്ടേ? ഏതാ? ക്രിഷ് 3. അല്ല, സൗത്ത് സൈഡിൽ ഒരു മൂവിയും കണ്ടില്ലേ? എന്തെങ്കിലും കണ്ടോ? അതാണ് ഞങ്ങക്ക് വേണ്ടത്. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. അതില് എല്ലാരും എടുത്തു പറഞ്ഞത് ആര്യ ആൻഡ് തപസിയുടെ കോമ്പിനേഷൻ ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? അതെങ്ങനെയുണ്ട്? ആരുടെ ഫാനാണ്? അതാദ്യം ഒന്ന് അറിയട്ടെ. അപ്പൊ പിന്നെ ഒന്നും കണ്ണി കാണൂല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അതെല്ലാം പരാതികളായിരിക്കും. പേര് മറന്നുപോയി. സംഗീത്. നല്ല പേര്. അതെ. സംഗീത, നമ്മൾ ഇന്ന് കേരളപ്പിറവി ആയതുകൊണ്ട് കണ്ണൂരിൽ ഇപ്പൊ നമ്മൾ വരെയാണെന്ന് വിചാരിച്ചു. സംഗീത നമ്മളെ കൊണ്ടുപോകുന്ന ആദ്യത്തെ സ്ഥലം എന്താണ്? ബീച്ചാണോ, അമ്പലങ്ങളാണോ, പള്ളിയാണോ? ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന സ്ഥലം ഏതാ സംഗീത? അമ്പലങ്ങള്. കൊള്ളാം. പോവാറുണ്ടോ? അമ്പലവാസിയാണോ? കുഴപ്പമില്ല. ആദ്യം അമ്പലത്തിലേക്ക് കയറാം, പിന്നെ മൂവീസ് ഒക്കെ കാണാം, വീട്ടിലേക്ക് വരാം അല്ലേ? ഓക്കെ സംഗീത, അപ്പൊ നല്ലൊരു സോങ് വെച്ചരാം. കേരളപ്പിറവി ദിന ആശംസകൾ. ബൈ. അപ്പം നമ്മുടെ ദീപാവലി റിലീസിന്റെ കാര്യം പറയാം. ഇപ്പൊ പറഞ്ഞ പോലെ ആർമും റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിലീസ് ചെയ്യാൻ, നാളെ റിലീസ് ചെയ്യാനുള്ളത് 2 മൂവീസ് ആണ്. യെസ്, പാണ്ഡ്യനാട്, വിശാലിന്റെ. പിന്നെ ഈ അടുത്ത് വിശാൽ പറഞ്ഞിട്ടുള്ളത് പാണ്ഡ്യനാട് എന്റെ ഒരു ഇമേജ് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു മൂവിയാണെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ആക്ഷൻ ഹീറോ ആണല്ലോ അത്. പക്ഷെ ഇപ്രാവശ്യം ഒരു ആക്ഷൻ ഹീറോ ആയിട്ടല്ല, ശരിക്കും ഒരു പാവം പയ്യനായിട്ടാണ് വരുന്നത്. വിശാലിനെ പിന്നെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്തായാലും എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, കണ്ടു നോക്കാമെന്ന് വിശാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആള് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയും കൂടിയാണ്. കത്തിയില്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ഓക്കെ, അതാണ് മറ്റൊരു പ്രത്യേകത. അതെ. പിന്നെ വേറൊരു ന്യൂസ്. അപ്പം ദിലീപിന്റെ ന്യൂസിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ഫഹദ് ദിലീപ് ഒന്നിക്കുന്ന മൂവി. തമിഴ് ഹീറോയിൻസിനെയാണ് ഇതിനകത്തില് കാസ്റ്റ് ചെയ്യുന്നതെന്നാണ് കേട്ടത്. പിന്നെ മറ്റുള്ള കാസ്റ്റിംഗ് ഒന്നും ഇതുവരെയും ഇതായിട്ടില്ല. പക്ഷെ തമിഴ് ഹീറോ, എനിക്ക് എപ്പോഴും തോന്നാറുള്ള തമിഴ് ഹീറോയിൻസിന് ആരും ഇല്ല. ശരിക്കും നമ്മൾ അവിടെ പോകും, തമിഴ് ഹീറോയിൻസ്. പക്ഷെ ഇവര് നേരത്തെ ഇച്ചിരി ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ശൃംഗാരവേരലിനെ നല്ലൊരു ബ്യൂട്ടിഫുൾ അസല് പാട്ടായിരുന്നു. നമ്മുടെ കേരള തനിമ നിറഞ്ഞ ഒരു പാട്ടായിരുന്നു. ബ്യൂട്ടിഫുൾ അശ്വലി പാട്ടെന്നൊക്കെ. അതാണല്ലോ ശരിക്കുള്ള മലയാളം. പിന്നെ എന്തോ പറയാൻ വന്നത് കൗണ്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ ഈ ഫഹദിന്റെ ദിലീപിന്റെ മൂവിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ആരാണ്? മുരളി ഗോപി. അദ്ദേഹം ഗ്രേറ്റ് ന്യൂസ്. പക്ഷെ ഈ ഒരു സിംഗർ കൂടാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതെ, നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
ഹലോ, വെൽക്കം ടു സദേൺ സ്പൈസ്. താങ്ക് യു. ആരാണ്? എന്റെ പേര് സുജിൻ. പേര് കിട്ടിയില്ല. സുജിൻ, SUJIN. സുജിൻ. അതെ അതെ അതെ. ഓക്കെ, എവിടെ നിന്നാണ് സുജിൻ? ഞാൻ കൈനഗിരി. എവിടുന്നാണ്? കൈനഗരി, ആലപ്പുഴയിലുള്ള. ഓക്കെ ഓക്കെ ഓക്കെ. കൈനഗിരി. നമ്മുടെ ഏതോ ഒരു പുള്ളി മാട്ടുംകുട്ടി. സമ്മതിക്കണം. കണ്ടോ? ആ മൂവി കണ്ടിരുന്നോ? അത് നേരത്തെ കണ്ടിരുന്നു. ആ, അപ്പൊ അതില് നിങ്ങളുടെ ഈ സ്ഥലമല്ലേ കൈനഗിരി എന്തോ ഒരു ജാനകിയോ എന്തോ ഒരു ഹലോ അട്രാക്ഷൻ പോലെ. ഏതാണ്? എന്തോ ഒരു അട്രാക്ഷൻ പോലെ കൈനഗിരിക്ക്. നല്ല പേരാ. നല്ല പേരാണ്. അപ്പൊ വർക്ക് ചെയ്യാണോ പഠിക്കുകയാണോ സുജിൻ? എന്റെ പഠിത്തം കഴിഞ്ഞു. പഠിത്തം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സിനിമയൊക്കെ കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ. ഇപ്പൊ ഇങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കുകയാണ്. അതെ, ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് കോളർ ആയതുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ പെട്ടെന്ന് സമയമായി. ഇപ്പൊ വിസ്താരമായിട്ട് സംസാരിക്കാം സുജിൻ. ആരുടെ ഫാനാണ്? ഏതൊക്കെ മൂവീസ് ഇപ്പൊ കണ്ടു? എല്ലാം ഇങ്ങോട്ട് പോരട്ടെ. ഞാൻ മലയാളത്തിൽ മോഹൻലാല്, തമിഴിൽ വിജയ്. അപ്പൊ ജില്ല കാണാൻ വെയിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരാളാണ് സുജിൻ. പിന്നെ കൊള്ളാം. ഇതൊക്കെ ഒരു ചോദ്യമാണോ എന്നല്ലേ? അതെ അതെ. സുജിൻ, ഞങ്ങൾ ഇന്നലെ മറ്റോ പറഞ്ഞിരുന്നു മോഹൻലാൽ ലാലേട്ടന്റെ ഒപ്പം പൂർണിമ ഭാഗ്യരാജും ഒരുമിച്ച് അഭിനയിക്കുന്ന മൂവിയാണ് ജില്ല എന്ന്. അറിഞ്ഞിരുന്നോ? അതറിഞ്ഞിരുന്നു. ഭയങ്കര സന്തോഷം ആ സംസാരത്തിൽ തന്നെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങക്ക്. അതെല്ലോ. പിന്നെ ആലപ്പുഴക്കാരനായോണ്ട് ചോദിക്കേണ്ട ആവശ്യം ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ആലപ്പുഴയിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ വള്ളംകളിയൊക്കെ ആണെന്ന്. എന്നാലും അതിനെ പറ്റി 2 വാക്ക് സംസാരിച്ചു. 2 വാക്ക് സംസാരിക്കാണ്. എന്നാ പറഞ്ഞു, 2 വാക്കിനൊന്നും ഒതുങ്ങത്തില്ല. അയ്യോ, എന്നാ വേണ്ട. തൽക്കാലം നമുക്ക് ഒരു അഷ്ടമുടി കായൽ അവിടെയാണോ? അതെ അതെ അതെ. അപ്പൊ ഇന്ന് അവിടെ വള്ളംകളി ഇല്ലേ? അതെ അതെ. പോയിരുന്നോ കാണാൻ? ഇവിടുന്ന് കൊറേ ദൂരമുണ്ട് ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന്. അത്ര റിസ്ക് എടുക്കുക. അപ്പൊ ഒരു മൂവിയൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചോ കേരളപ്പിറവി കേട്ടോ ആഘോഷം? ഇല്ല, നാളെ പോകുന്നുള്ള മൂവിയാണ്. നാളെ ആലപ്പുഴ പോകുന്നത്. അപ്പം കാണണം പറഞ്ഞാ ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ നാളെ മൂവീസ് ഒക്കെ കണ്ട് തകർക്കാൻ നമ്മളെ വിളിച്ചറിയിക്കാം കേട്ടോ. ഓക്കെ, കേരളപ്പിറവി ആശംസകൾ. ടാറ്റാ. ഓക്കെ, രാജാറാണിയിലെ നല്ലൊരു സോങ് ആയിരുന്നു കണ്ടത്. രാജാറാണിയിൽ നമ്മൾ ഈ സോങ് കണ്ടതിനകത്ത് എന്തെങ്കിലും ഒരു ഞാൻ കണ്ടു, ഒരു മലയാളി പെൺകുടി. എവിടെ ചെന്നാലും നമ്മൾ മലയാളീസ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. അത് തെലുങ്കായാലും കന്നഡ. അത് മാത്രല്ല, അത് ശരിയാണ്, ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജസിലും നമ്മുടെ ഈ ഒരു വേഷവും കഥകളിയുടെ കുറച്ചൊരു ആർട്ട് ഫോം അതൊക്കെ ആൾക്കാർ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതെ, ഭയങ്കര റിച്ച് കൾച്ചറാണ് നമ്മുടെ. അത് നമ്മൾ എന്തായാലും നമ്മൾ സമ്മതിച്ചു, നമ്മളെപ്പോഴും പ്രൗഡ് ആയിരിക്കണം. അതെ. പിന്നെ ഞാൻ പറയാൻ വന്നത് സീക്രട്ട് ആണേ, പറയരുത്. പുറത്ത് പഠിച്ച കുട്ടികൾ കേട്ടിട്ടില്ല. ഇല്ല, പുറത്ത് പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം. എല്ലാരും പറയാറുള്ളതാണ് മലയാളി പെൺകുട്ടികൾ സാധാരണഗതിയിൽ എപ്പോഴും സുന്ദരി കുട്ടികളാണ്. പുറത്ത് പറയുന്ന എല്ലാരും പറയാറുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ നെക്സ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ. അനീഷ്, എന്തുകൊണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. കൈരളി വി എന്ന പൂങ്കാവനത്തിൽ 7 മണിക്ക് വിരിയണ റോസാപ്പൂവുകളെ. പിന്നെ ഇന്ന് റോസാപ്പൂ വേണ്ട, നമസ്കാരം. റോസാപ്പൂ വേണ്ടത് മുല്ലപ്പൂ പോയാൽ മതിയായിരുന്നു. അനീഷേട്ടന് എവിടുന്നാണ്? സ്ഥലം മറന്നുപോയി എനിക്ക്. ഞാന് തലശ്ശേരിക്ക് അടുത്ത് പാനൂർ കൊളുവല്. മൂവിയൊക്കെ കണ്ടോ? മൂവി അത് കണ്ടു, പട്ടം പോലെ. ആരംഭം കണ്ടോ? ഇല്ലില്ല. ഇനിയിപ്പോ കുറച്ച് നാൾ ഞാൻ ആരംഭത്തിലേ. അതെ, പട്ടം പോലെ എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ? ഇഷ്ടപ്പെട്ടോ? പട്ടം പോലെ കുഴപ്പമില്ല, നല്ല ഫിലിമാണ്, നല്ല മൂവിയാണ്. അപ്പൊ എന്തായാലും നാളെ ദീപാവലി അല്ലേ, അപ്പൊ മൂവീസ് ഒക്കെ കണ്ടിട്ട് വേഗം തന്നെ വിളിക്കാം കേട്ടോ. അപ്പൊ കേരളപ്പിറവി ദിനാശംസ. ബൈ. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സോങ് ആണ് പുനീത് രാജ്കുമാറിന്റെ ഒരു സോങ് ആണ്. അപ്പൊ എല്ലാ പുനീത് രാജ്കുമാർ ശ്രദ്ധിച്ചു നോക്കാം, അവിടെയും ഒരു മലയാളി പെൺകുടിയെ കാണാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുതന്നെ ആത്തായിരുന്നെങ്കിൽ ദാരിതി ഇപ്പൊ റിലീസായി നല്ല തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ്. കുറെ കളക്ഷൻ നേടിയ ഒരു മൂവിയാണ് പവൻ കല്യാണിന്റെ. അപ്പം കന്നഡ ന്യൂസ് പറയണ്ടേ? തീർച്ചയായിട്ടും. ഞാൻ എന്താ പറയാത്തതെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പറയാം, പുനീത് രാജ്കുമാരെ പറയാം. പുനീത് രാജ്കുമാറിന്റെ അപ്കമിങ് മൂവി എന്താണ്? നിന്നിന്തലി. ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ട് ഇത്രയും ഫീൽ വേണ്ടിയിരുന്നില്ല. നിന്നിന്തലയുടെ ഷൂട്ട് നടക്കുന്നു US-ലാണ്. ഇപ്പത്തെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പൊ നടക്കുന്നത് വെറുതെ ഒന്നും അല്ല US പോയിരിക്കുന്നത്. 2 മൂവീസ് ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടാണ് പോയേക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അതും 2 മൂവീസ്. ഒന്ന് ഡയറക്ട് ചെയ്യുന്നത് സുരിയും മറ്റൊന്ന് ഡയറക്ട് ചെയ്യുന്നത് പവൻ വോതയാർ. അതെ ആണെന്ന് തോന്നുന്നു. പഠിച്ചു കള്ളി. പിന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് ആരാണെന്ന് അറിയോ? മുംബൈ ബേസ്ഡ് ആക്ട്രസ് ആണ്. എറീക്ക എന്ന് പറഞ്ഞൊരു ലേഡിയാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതാണ് നിന്നിന്തലയുടെ അപ്ഡേറ്റ്സ്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോളർ ആയിരുന്നു നോക്കാം. ഹലോ. വെൽക്കം ടു സദേൺ സ്പൈസ്. ആരാണ്? ഹലോ, സന്തോഷ് ഏട്ടാ. TV വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ അവിടെ വർക്ക് ചെയ്യാണോ? അതെ, വർക്ക് ചെയ്യാം. മാരുതി ഷോറൂമിൽ വർക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ദീപാവലി നല്ല തിരക്കായിരിക്കുമല്ലോ ഏട്ടാ?
അതെ അതെ, നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. ആഹാ. ഓ അപ്പൊ നാളെ ലീവ് ആയിരിക്കും അല്ലേ? അവിടെ കടയൊന്നും ഉണ്ടാവില്ല നാളെ. ഇനി നാട്ടിലോട്ട് വരാനുള്ള തയ്യാറെടുപ്പാണ്. അതെ അതെ. അപ്പൊ മൂവീസ് ഒക്കെ കാണത്തില്ലേ? കാണും കാണും. ഇപ്പഴേ മനസ്സിൽ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചോ ഇന്നതൊക്കെ കാണണം എന്ന്? ആരംഭം കാണണം എന്നുള്ളൊരു ഇതുണ്ട്. ആരംഭം തമിഴ്നാട്ടിൽ കാണുന്നില്ലേ? നാട്ടിലേക്ക് വന്നിട്ടാണോ? അതെ അതെ, ഇവിടെ വർക്ക് തിരക്കായതുകൊണ്ട് ഇവിടെ വന്ന് കണ്ടാ മതി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം. ഇവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? സന്തോഷേട്ടന് ഒരു ഗ്യാങ് ഫ്രണ്ട്സ് ഉണ്ടോ മൂവീസ് ഒക്കെ കാണാനായിട്ട്? നാട്ടിലോ? ആ, ഇല്ല അങ്ങനെയൊന്നുമില്ല, എപ്പോഴെങ്കിലും ഒരു മൂഡ് വന്നാ പോകുന്നു മാത്രം. സന്തോഷേട്ടാ നാട്ടിൽ എവിടെയാ സ്ഥലം? ചോദിച്ചില്ല. പാലക്കാട്. പാലക്കാട്. ഓക്കെ ഓക്കെ ഓക്കെ. പാലക്കാടൻ സ്ലാങ് ഒന്നും ഇല്ലല്ലോ കേട്ടാ, എന്ത് പറ്റി? പാലക്കാടിന്റെ ആ സ്ലാങ് ഒന്നും ഇല്ലല്ലോ, ഭാഷയിൽ ആ ഒരു ഇത് കാണുന്നില്ലല്ലോ. അതെയോ? മാറ്റിയെടുത്തോ? അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും മൂവിയൊക്കെ കണ്ടിട്ട് ഇനി നമ്മളെ വിളിക്കാം. നമ്മുടെ ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി കേട്ടോ. ഓക്കെ സന്തോഷേട്ടാ, സന്തോഷത്തോടെ നാട്ടിലേക്ക് വരും. അപ്പം നമ്മൾ ലാസ്റ്റ് വരുന്നത് പുനീത് രാജ്കുമാറിന്റെ ഒരു സോങ് ആണ്. അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും വിഷസ് അറിയിച്ചു. കേരള പിറവിദിന ആശംസകൾ അറിയിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ നാട്, ആ ഒരു അഭിമാനത്തോട് കർണാടകയിലുള്ളവർക്കും എല്ലാവർക്കും ആശംസകൾ. അപ്പം വിളിച്ച എല്ലാ കോളേഴ്സിനും ഗിഫ്റ്റ്സ് ഉണ്ട്. അപ്പൊ വേഗം തന്നെ എല്ലാവരും അഡ്രസ് ഒക്കെ നമുക്ക് അയച്ചു തരിക. ഇനി ഒരുപാട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായിട്ടൊക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നിഷ, ബൈ.